Hi students, next topic is NFA with epsilon transition. എന്താണ് NFA with epsilon transition നമുക്ക് നോക്കാം. It is an NFA including a transition on an empty input epsilon. അതായത് നമ്മൾ NFAയിൽ empty input ആയിട്ടുള്ള epsilon വെച്ചിട്ടുള്ള ഒരു ട്രാൻസിഷൻ മൂവുള്ള NFA പറയുന്നതാണ് NFA with epsilon transitions. സാധാരണ നമ്മൾ NFAയിൽ എപ്സിലോൺ ട്രാൻസിഷൻസ് ഉണ്ടാവാറില്ല, ഇൻപുട്ട് സിമ്പിൾസ് മാത്രമായിട്ട് ചെയ്യാറുണ്ട്. ഇനി NFAയിൽ എപ്സിലോൺ മൂവ് വെച്ചിട്ടുള്ള ട്രാൻസിഷൻസ് ഉണ്ടെങ്കിൽ അത്തരം NFAസിനെ പറയുന്നതാണ് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻസ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ NFA ഇൻക്ലൂഡിങ് എ ട്രാൻസിഷൻ ഓൺ എൻ എംപ്റ്റി ഇൻപുട്ട് എപ്സിലോൺ. ഒരു എംപ്റ്റി ഇൻപുട്ട് ആയിട്ടുള്ള എപ്സിലോണിന് ഒരു ട്രാൻസിഷൻ മൂവ്മെന്റ് അതിൽ ഇൻക്ലൂഡിങ് ആണെങ്കിൽ ദാറ്റ്സ് NFA ഈസ് കോൾഡ് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ. ഓക്കെ, സാധാരണ NFAയുടെ ഡെഫിനിഷൻ തന്നെയാണ് NFA വിത്ത് എപ്സിലോൺ മൂവ് ഈസ് ഡിനോട്ടഡ് ബൈ എ 5 tuple നോട്ടേഷൻ. ആകെ കൂടി ഡെഫിനിഷനിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പഴയ നമ്മൾ NFAയിൽ പഠിച്ചിട്ടുള്ള അതേ നൊട്ടേഷൻസ് തന്നെ യൂസ് ചെയ്യാം. ഡിഫറൻസ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഹിയർ M ഈസ് Q സിഗ്മ ഡെൽറ്റ Q0F, where Q is a set of states and sigma is a set of finite set of input alphabets and Q0 is the initial state and delta is a transition function അല്ലേ. അതിൽ വരുമ്പോൾ ഹിയർ വി ആർ മാപ്പിംഗ് വിച്ച് മാപ്സ് Q ക്രോസ് സിഗ്മ ആയിരുന്നു. നമ്മൾ സാധാരണ NFA എന്ന് പറയുന്നത് നമ്മൾ മാപ്പ് ചെയ്തിരുന്നത് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് Q ക്രോസ് സിഗ്മ ആയിരുന്നു. പക്ഷെ ഇവിടെ സിഗ്മ എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിൾസ് മാത്രമല്ല, അതിൻ്റെ കൂടെ എപ്സിലോണും കൂടിയുണ്ട്. സോ Q എന്ന് പറയുന്ന സ്റ്റേറ്റ്സ് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുമ്പോൾ Q എന്ന് പറയുന്ന സ്റ്റേറ്റ്സിൻ്റെ സെറ്റിൽ നിന്ന് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് ദ സെറ്റ് ഓഫ് എപ്സിലോൺ യൂണിയൻ സിഗ്മ യൂണിയൻ എപ്സിലോൺ. അതായത് ഇൻപുട്ട് സിമ്പിൾസും എപ്സിലോണും കൂടിയിട്ടുള്ള ആ സെറ്റിലേക്കാണ് ഈ സ്റ്റേറ്റ്സ് ഓഫിൻ്റെ ഈ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൺലി ഡിഫറൻസ് വിത്ത് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ. ഓക്കെ, ഹിയർ ഇറ്റ്സ് വൺ എക്സാമ്പിൾ. ദാറ്റ് ഈസ് Q0. The state is Q0 is the initial state, and from Q0 there is a input symbol B and it moved to Q0 itself, and there is an epsilon move. If from the Q0, if it's epsilon, it moved to Q1. From Q1, if it input symbol is A, it moved to Q2, and Q2 is a here final state. Okay, this is one example of epsilon NFA with the epsilon transition. With epsilon transition is an NFA with epsilon moves. നമ്മൾ ഏതൊരു ഫൈനൈറ്റ് ഓട്ടോമാറ്റിക്കും എപ്സിലോൺ ട്രാൻസിഷൻ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് NFA വിത്ത് എപ്സിലോൺ മൂവ്സ്. DFA can never have epsilon move. DFAയിൽ ഒരിക്കലും എപ്സിലോൺ മൂവ്സ് ഇൻക്ലൂഡഡ് അല്ല. NFAയിൽ മാത്രമേ എപ്സിലോൺ മൂവ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ NFA വിത്ത് എപ്സിലോൺ മൂവ് ദാറ്റ് ഈസ് കോൾഡ് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് എപ്സിലോൺ ക്ലോഷർ ഓഫ് എ സ്റ്റേറ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എപ്സിലോൺ ക്ലോഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ഹിയർ. ഇറ്റ് ഈസ് എ NFA വിത്ത് എപ്സിലോൺ. എപ്സിലോൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള NFA ആണിത്. ഇങ്ങനെയുള്ള NFAയിൽ നിന്നാണ് വി ഹാവ് ടു കാൽക്കുലേറ്റ് എപ്സിലോൺ ക്ലോഷർ ഓഫ് എ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിനെയും എപ്സിലോൺ ക്ലോഷർ എങ്ങനെ കണ്ടുപിടിക്കാനാണ്. സോ എപ്സിലോൺ ക്ലോഷറിനെ ഡിനോട്ട് ചെയ്യാൻ ഇങ്ങനെ എഴുതുക, എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0. ഓക്കെ, that is pronounced as epsilon closure of Q0 is defined as set of all the states P, set of all states P such that there is a path from Q0 to P with a label epsilon. Epsilon closure എന്ന് പറയുന്ന സെറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ സെറ്റ്. ഓക്കെ, ദാറ്റ് സെറ്റ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ഒരു സെറ്റ് സ്റ്റേറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റാണ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0. ഇനി ആ സെറ്റിന്റെ പ്രത്യേകത എന്താ? ദർ ഈസ് എ സ്റ്റേറ്റ്സ് എക്സാമ്പിൾ P, ദറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് P. എങ്ങനെയുള്ള P ആണ്? സച്ച് ദാറ്റ് ദർ ഈസ് എ പാത്ത് ഫ്രം Q0 ടു P. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് P എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ
എങ്ങനെയുള്ള പാത്ത്? ദാറ്റ് ഈസ് ദ പാത്ത് വിത്ത് ലാബൽ എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറയുന്ന ലാബലിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ് പി ഇൻ ദ സെറ്റ്. അത്തരം സ്റ്റേറ്റ്സിന്റെ സെറ്റിനെ പറയുന്ന പേരാണ് എപ്സിലോൺ ക്ലോഷർ. ഞാനൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഡെഫിനിഷന് ദാറ്റ് ഈസ് ഡെഫിനിഷൻ സേസ് ദാറ്റ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ അത്രയും സ്റ്റേറ്റ്സിന്റെ സെറ്റാണ്. ആ സ്റ്റേറ്റ്സിലുള്ള ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ പി. ആ പി എങ്ങനെയായിരിക്കണം? സച്ച് ദാറ്റ് there is a path from Q0 to P. Q0യിൽ നിന്ന് ഏതെല്ലാം സ്റ്റേറ്റ്സിലേക്ക് ഒരു പാത്ത് വിത്ത് എപ്സിലോൺ ലാബൽ വെച്ചിട്ടൊരു പാത്ത് എക്സിസ്റ്റ് ചെയ്യാനുണ്ടോ അത്തരം സ്റ്റേറ്റ്സിന്റെ സെറ്റിനെ വിളിക്കുന്നവരാണ് എപ്സിലോൺ ക്ലോഷർ. ഓക്കെ, ഇനി നമുക്ക് ഈ തന്നിട്ടുള്ള ഈ പ്രോബ്ലത്തിന്റെ എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ഈസ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0. സോ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q0യിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിത്ത് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു പാത്ത്, ലാബൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റേറ്റ്സ് എല്ലാം Q0ന്റെ ക്ലോഷറിൽ വരുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ QI1 എടുത്തു. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുത്തു. സോ Q1 നിന്ന് Q0യിൽ നിന്ന് Q1ലേക്ക് ഒരു പാത്ത് ഉണ്ടോ എന്ന് നോക്കി. സോ Q0 to Q1 there is a path with the label epsilon. Epsilon എന്ന് പറയുന്ന ലാബിൽ ചെയ്തിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. സോ Q1 is in the epsilon closure state. നെക്സ്റ്റ് വേറൊരു സ്റ്റേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് epsilon closure Q1 and there is another state Q2. Q2 എന്ന് പറയുന്ന സ്റ്റേറ്റ് നമുക്ക് epsilon closure Q0യിൽ എഴുതാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കാം. Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിന് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യാൻ വിത്ത് ലാബൽ എപ്സിലോൺ ലാബിൽ ചെയ്തിട്ടുള്ള ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. സോ Q0 എന്ന് എപ്സിലോൺ, Q1 എന്ന് Q2 there is an epsilon. സോ Q2 you also can write. ഓക്കെ, പിന്നെ നമ്മൾ എപ്സിലോൺ ക്ലോഷർ എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്. സോ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് എപ്സിലോൺ ക്ലോഷർ. എപ്സിലോൺ ക്ലോഷർ ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ first we can write that state itself and we can write another states which has a path existing from Q0 with the label epsilon. Okay, Q1 ന്റെ epsilon ക്ലോഷർ നോക്കാം. സോ Q1 ന്റെ epsilon ക്ലോഷർ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ആ സ്റ്റേറ്റ് തന്നെ നമുക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം, Q1. ഓക്കെ, ഇനി Q1 നിന്ന് Q0യിലേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കി വിത്ത് epsilon ട്രാൻസിഷൻ ഇല്ല. സോ യു കനോട്ട് റൈറ്റ് Q0 ഇൻ ദിസ് ക്ലോഷർ. ദെൻ അനദർ സ്റ്റേറ്റിൽ ഇനി ബാക്കിയുള്ള Q2 ആണ്. Q2യിലേക്ക് Q1ൽ നിന്ന് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കി. സോ ദർ ഇസ് എ വൺ പാത്ത് ഫ്രം Q1 to Q2. സോ യു ക്യാൻ റൈറ്റ് Q2 ആസ് എ ക്ലോഷർ. ഓക്കെ, സോ ദിസ് ഈസ് ദ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 ആൻഡ് വി ക്യാൻ റൈറ്റ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2. Epsilon closure of Q2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് Q2 itself. Q2 നിന്ന് Q1ലേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കി. ദർ ഇസ് നോ പാത്ത്. Q0ലേക്ക് പോകുന്നുണ്ടോ ഇല്ല. സോ ഓൺലി Q2 is the epsilon closure. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. സോ ഒരു സ്റ്റേറ്റിന്റെ എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ നിന്ന് വേറെ ഏതെല്ലാം സ്റ്റേറ്റ്സിലേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക വിത്ത് എപ്സിലോൺ. ആ സ്റ്റേറ്റ്സിന്റെ പേര് ദാറ്റ് സ്റ്റേറ്റ് ഇറ്റ്സെൽഫ്. സോ ഫസ്റ്റ്